പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുകയാണ്. ഇസ്രയേലും ഇറാനും പോര് മുറുക്കുന്നത് കണ്ട് ലോകം പകച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യുദ്ധത്തിൽ ഇസ്രയേലിന്റെ വലംകൈയായ US നവംബർ 12-ന് പശ്ചിമേഷ്യയിൽ നടന്ന ആക്രമണത്തിന്റെ നടുക്കത്തിലാണ്. ഇസ്രയേലിനെ സഹായിക്കാനായി എത്തിയ US-ന് സംഭവിച്ചത് അവിശ്വാസത്തോടെയാണ് ലോകം കണ്ടത്. ഇസ്രയേലിന്റെ സംരക്ഷണത്തിനായി എത്തിയ അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആക്രമിക്കപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മിന്നൽ ആക്രമണത്തിനു പിന്നിൽ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതികളാണ്. വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കണും ചെങ്കടലിലും അറബിക്കടലിലും പ്രവർത്തിക്കുന്ന 2 ഡിസ്ട്രോയറുകളുമാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച USS എബ്രഹാം ലിങ്കണിനെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യ ഓപ്പറേഷൻ നടന്നിരുന്നത്. രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ 2 US ഡിസ്ട്രോയറുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇതിനായി നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. USS എബ്രഹാം ലിങ്കണിന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന അമേരിക്കൻ സൈനിക നേതൃത്വം തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദാബ് കടലിടുക്ക് കടന്ന 2 US ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂതി സേന ഒന്നിലധികം ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെന്റഗൺ പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം കുറഞ്ഞത് 8 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളുമായാണ് ഹൂതികൾ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ചെങ്കടലിലൂടെ പോയ വാണിജ്യ കപ്പലിന് സമീപം ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ബ്രിട്ടന്റെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ട വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. തങ്ങൾ വിജയകരമായ മിസൈൽ ആക്രമണം നടത്തിയതായാണ് ഹൂതികളുടെ വക്താവ് യഹ്യ സാരി എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ആദ്യത്തേത് USS എബ്രഹാം ലിങ്കൺ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ആക്രമണം ചെങ്കടലിലെ 2 അമേരിക്കൻ നാവിക നശീകരണ കപ്പലുകളെ ലക്ഷ്യമിട്ടുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുമായി കഴിഞ്ഞ 1 വർഷത്തോളമായി ഇറാന്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിൽ ഇസ്രയേലിന്റെയും പാശ്ചാത്യ കപ്പലുകളുടെയും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഹൂതികൾ അമേരിക്കയുടെ അഭിമാനമായ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിടുമെന്ന് ഇസ്രയേൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച ഹൂതികൾ 90 വാണിജ്യ കപ്പലുകളെയാണ് ആക്രമിച്ചിരുന്നത്. ഈ ആക്രമണങ്ങളുടെ ഫലമായി 2 കപ്പലുകൾ മുങ്ങുകയും ഒരെണ്ണം ഹൂതികൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. 4 നാവികരുടെ ജീവനും നഷ്ടപ്പെടുകയുണ്ടായി. ഈ സംഭവങ്ങൾ മേഖലയിലൂടെയുള്ള വാണിജ്യ ഗതാഗതത്തെയാണ് താറുമാറാക്കിയിരുന്നത്. ഹൂതികളെ ഭയന്ന ജർമ്മനിയുടെ യുദ്ധക്കപ്പലും നേരത്തെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അമേരിക്ക തങ്ങളുടെ മുന്നണി പോരാളിയായി കരുതുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിനുള്ളിൽ F-35 ഉൾപ്പെടെയുള്ള അനവധി യുദ്ധവിമാനങ്ങളും ആണവായുധങ്ങളും ഉൾപ്പെടെ മാരക പ്രഹരശേഷിയുള്ള നിരവധി ആയുധങ്ങളുമുണ്ട്. ഒരേ സമയം കടലിലും കരയിലും ആകാശത്തും ആക്രമണം നടത്താൻ ശേഷിയുള്ള സംവിധാനമാണ് ഈ വിമാനവാഹിനി കപ്പലിലുള്ളത്. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് ഈ കപ്പലിൽ തമ്പടിച്ചിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കണ് സംരക്ഷണം തീർത്തും മറ്റുമായി മറ്റ് നിരവധി യുദ്ധക്കപ്പലുകളും അറബിക്കടലിൽ തമ്പടിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ആയുധത്തെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതെ പ്രതിരോധിക്കാൻ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ യുദ്ധക്കപ്പലിലും അതിനു ചുറ്റും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അഡ്വാൻസ് അറ്റാക്ക് ഹെലികോപ്റ്ററായ അപ്പാച്ചെയുടെയും നിരവധി യുദ്ധവിമാനങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഒരു മിനി അമേരിക്ക തന്നെയായാണ് അറിയപ്പെടുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ആക്രമണം ലക്ഷ്യം കണ്ടതായി എന്തായാലും ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്ക വൈകിയെങ്കിലും സത്യം തുറന്നു പറയുമോ അതോ നാണക്കേടോർത്ത് മറച്ചുവെക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്.